ഇന്ന് മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് കുന്നത്തുനാട്ടിൽ ചോദിക്കുന്നു, ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നവകേരള സദസ്സ് സമാപിക്കുകയല്ലേ? പ്രതിപക്ഷം ഇനിയെങ്കിലും പറയൂ, ഈ നവകേരള സദസ്സിൽ എവിടെയാണ്, എന്തിനോടാണ് നിങ്ങൾക്ക് വിയോജിപ്പ്? നവകേരളത്തിന്റെ രൂപീകരണത്തെക്കുറിച്ചുള്ള രൂപരേഖ തയ്യാറാക്കുന്ന പ്രഭാത ഭക്ഷണ യോഗത്തിനോടാണോ നിങ്ങൾക്ക് വിയോജിപ്പ്? കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന നവകേരള സദസ്സിനോടാണോ നിങ്ങൾക്ക് വിയോജിപ്പ്? അതല്ലെങ്കിൽ പരാതികൾ സ്വീകരിക്കുന്ന കൗണ്ടറിനോടാണോ നിങ്ങൾക്ക് വിയോജിപ്പ്? പ്രതിപക്ഷത്തിന്റെ വിമർശനം എവിടെയാണ്? ഒരു കാര്യത്തിനെ കുറിച്ചും വിയോജിപ്പില്ലാതെ വെറുതെ ബഹിഷ്കരിക്കുന്നത് ശരിയാണോ എന്നതാണ് ചോദ്യം. നമ്മൾ ഒന്നാമത്തെ വിഷയം, മുഖ്യമന്ത്രി ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ എന്തിനായിരുന്നു ഈ നവകേരള സദസ്സ് എന്ന ചോദ്യം മുഖ്യമന്ത്രിയോട് തിരിച്ചു ചോദിക്കാനുള്ള പ്രൊവിഷൻ ആ സദസ്സിലില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. അങ്ങോട്ടൊന്നും എടുക്കില്ല, ഇങ്ങോട്ട് മാത്രം പറയാൻ വേണ്ടി നടത്തിയിരിക്കുന്ന സംരംഭമാണ്. ഞാൻ ചോദിക്കുന്നത് 100 കണക്കിന് കോടി രൂപ പലതരത്തിൽ പിരിച്ചെടുത്ത തുക. ഈ തുകയിൽ നിന്നും എത്ര ജനങ്ങളെ കാണാനാണല്ലോ പോകേണ്ടത്? പ്രധാനമായ വിഷയം ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്നു എന്നുള്ളതാണല്ലോ വെപ്പ്. 50,000 പരാതിക്കാർക്ക് വേണ്ടിയിട്ട് 50,000 പരാതികൾക്ക് വേണ്ടി അവർക്കുള്ള TA കൊടുത്തിട്ട് സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്നാൽ ഇപ്പം ചിലവഴിച്ചതിൻ്റെ 10 ഉണ്ടാവില്ല. എന്നിട്ട് ഈ പരാതിക്കാർക്ക് ചെയ്തത് എന്താണെന്നറിയാം? 25 or 26 കൗണ്ടറുകൾ, ആ കൗണ്ടറിൽ കൊണ്ട് പരാതി കൊടുക്കുക. ആ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് സ്കാൻ ചെയ്തിട്ട് കൺസേൺഡ് ഓഫീസിലേക്ക് അയക്കുക. എന്നിട്ട് അവരോട് പോയി അവിടെ പോയി എന്താണെന്ന് വെച്ചാൽ നോക്കിക്കൊള്ളാൻ പറയാം. കാസർഗോഡ് 18-ാം തീയതി പരാതി കൊടുത്തയാളുടെ ലെറ്റർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അയാളോട് പറഞ്ഞിരിക്കുന്നത് ഇന്ന ഓഫീസിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഇന്നും അയാൾ ഇന്ന് എൻ്റെ അടുത്ത് വന്നിരുന്നു, ഒരു കേസ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുക, കോടതി തുറക്കുന്നു. ഇന്നും അതിന് അവിടുന്ന് ഒരു വിളി പോലും വന്നിട്ടില്ല. ഇനി അവർ തിരിച്ച് അവിടെ പോകണം. അന്ന് ആ പരാതി നേരിട്ട് ഓഫീസിൽ കൊടുത്തിരുന്നെങ്കിൽ ഇന്ന കാര്യം നടന്നേനെ. ഇതാണ് ജനങ്ങളുടെ വിഷയം. പിന്നെ വന്ന് പറയുന്ന പ്രവൃത്തി എന്താ? വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വന്നു കഴിഞ്ഞ ശേഷം പിന്നെ നവകേരള സദസ്സ് നടത്തിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഞങ്ങൾ ചെയ്ത കാര്യം പറയും. ആ ചെയ്ത കാര്യത്തിൽ കുറേ പാടിച്ചുകളൊക്കെ ഉണ്ടായല്ലോ, അതിൻ്റെ കാരണങ്ങൾ കോവിഡ് ഉണ്ട്, അതുണ്ട്, ആ പ്രശ്നങ്ങളുണ്ട് വിളിച്ച് പറയും. എന്നിട്ട് ജനങ്ങളോടൊരു അലിബി എടുക്കുകയാണ്. സ്ഥിതി എന്താണെന്നറിയുമോ? ഈ നാട്ടിലെ KSRTCയിൽ ശമ്പളം കൊടുക്കുന്നില്ല, പെൻഷൻ മുടങ്ങിയിരിക്കുന്നു. ഒരു തരത്തിൽ ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത സമയത്ത് പഞ്ചായത്തുകൾക്ക് കൊടുത്തിരുന്ന പഞ്ചായത്തുകൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് മുടക്കേണ്ട തുകയിൽ നിന്നും നവകേരള സദസ്സിൻ്റെ രാവിലത്തെ ചെലവിനുള്ള പണം കൊടുക്കണം, സൊസൈറ്റികൾ പണം കൊടുക്കണം, മുനിസിപ്പാലിറ്റി പണം കൊടുക്കണം. അതുപോലെ തന്നെ കുട്ടികൾ റോഡിൽ വന്നിറങ്ങി നിൽക്കണം സ്വീകരിക്കാൻ. അതിൻ്റെ DOയുടെ ഓർഡർ ചെയ്യുക. തലങ്ങും പലങ്ങും കേരള ഹൈക്കോടതിയുടെ പല ബെഞ്ചുകൾ തലങ്ങും പലങ്ങും സ്റ്റേ ചെയ്യായിരുന്നു. നിയമവിരുദ്ധമായ എല്ലാ പ്രവൃത്തികളും ചെയ്തിട്ട് ഈ പണം കളക്ട് ചെയ്യാം. പാലക്കാട്ട് ഒരു സംഭവം ഞാൻ മനസ്സിലാക്കിയത്, അവിടെ ഇപ്പോൾ തീർന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അവിടെ സംഭവിച്ചത്, മുഖ്യമന്ത്രിയോടൊപ്പം 4 പേരിരിക്കും. ആ 4 പേര് അവിടുത്തെ ലോക്കൽ കോർപ്പറേറ്റ്സാണ്. അവർ 4 പേര് അവിടെ ഇരിക്കും. എല്ലാ ഓഫീസർമാർക്കും ബോധ്യമുണ്ട് ഇയാളാണ് ഏറ്റവും അധികം, ഇവരാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനികൾ. നേരിട്ട് മുഖ്യമന്ത്രിയുമായിട്ട് സംവാദം അവർക്കാണ് നടത്തിയിരിക്കുന്നത്. ഇനി അവർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ പോലും ആ ഓഫീസർമാർ ഇനി തയ്യാറാവില്ല. ആർക്ക് വേണ്ടിയാണ് ഈ സദസ്സ് നടത്തിയിരിക്കുന്നത്? സാധാരണ ജനങ്ങൾ അല്ല. പക്ഷേ പ്രഭാത ഭക്ഷണ യോഗത്തിൽ കോർപ്പറേറ്റുകൾക്കൊപ്പം തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, സിക്കിൾ സെൽ അനീമിയ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അവരോട് പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ, മുഖ്യമന്ത്രി വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പാടും. നിങ്ങൾ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കാൻ പാടില്ല, സൗണ്ട് വെച്ചാൽ പുറത്തുവിടും, ഒരു വക ചോദിക്കാൻ അനുവദിക്കത്തില്ല. ഇനി ചോദിച്ചയാളുടെ അവസ്ഥ കേട്ടുള്ളൂ. ഒരാൾ ചോദിച്ചു, ഇവിടുത്തെ വിദ്യാഭ്യാസ ഹയർ എഡ്യൂക്കേഷണൽ ഇഷ്യൂസിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്ന രീതിയിൽ അയാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അതിൻ്റെ മറുപടി ഇതാണ്, ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഇവിടെ ഉണ്ട് എന്നതിന് ശേഷം അത് പെരുപ്പിച്ച് കാണിക്കാനായിട്ട് ആരും ഇവിടെ സംസാരിക്കേണ്ട, അത് എന്താണെന്ന് ഗവൺമെൻറ്റിന് നോക്കാൻ അറിയാം. ഇതാണ് അതിൻ്റെ മറുപടി.